ബന്ധങ്ങളിലെ വൈകാരികതയും സാഹോദര്യവും കാത്തുസൂക്ഷിക്കണമെന്ന് ശിഹാബ് പൂക്കോട്ടൂർ ബർദുബായ് ICC കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബന്ധങ്ങളിലെ വൈകാരികതയും സാഹോദര്യവും കാത്തുസൂക്ഷിക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള സെക്രട്ടറി ശിഹാബ് പൂക്കോട്ടൂർ. ആധുനിക മനുഷ്യൻ ടെക്നോളജിയുടെ പിറകെ ഓടുമ്പോൾ മനുഷ്യന് വൈകാരികതയും സാഹോദര്യവും നഷ്ടമാവുമെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള സെക്രട്ടറി ശിഹാബ് പൂക്കോട്ടൂർ. കുടുംബ ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്നത് വൈകാരികതയാണ്. ഇതൊരിക്കലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിക്ക് നൽകാൻ കഴിയില്ല. ടെക്നോളജി ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്ന മൂല്യങ്ങളും സാഹോദര്യവും സംരക്ഷിക്കാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരൂട്ടി IC സ്കൂളിൽ സംഘടിപ്പിച്ച ബർദുബായ് ICC കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുബായ്, ദോഹ, ജിദ്ദ, റിയാദ്, ദമാം. ഇനി ഓൺലൈൻ നിരക്കിനേക്കാൾ വില കുറഞ്ഞ ടിക്കറ്റുകൾ കിട്ടും. Book now with Top 10 Travel and Tours, the Wings of Trust. ഗൾഫിലെ ഇസ്ലാമിക പ്രവർത്തനത്തിൻ്റെ ഒരു മേന്മ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ വലിയ ഹൃദ്യമായ ബന്ധങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. വളരെ ഇടയടുപ്പമുള്ള ബന്ധങ്ങൾ ഉണ്ടാവും. നാട്ടിലൊക്കെ വന്ന് നമ്മളൊക്കെ പ്രസ്ഥാന പ്രവർത്തകർ തന്നെ ആയിരിക്കും, നാട്ടിൽ അത്ര ബന്ധമൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നാട്ടിലുള്ള ആളുകൾ ഒന്നാമത് അവരുടെ ബിസി ആയിരിക്കും, വ്യത്യസ്തമായ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കും. രണ്ടാമതൊരു പ്രവാസത്തിൻ്റെ ഹൃദ്യമായ ബന്ധം ഒരിക്കലും നമുക്ക് നാട്ടിൽ കാണാൻ കഴിയില്ല. ചില ആളുകളൊക്കെ പറയാറുണ്ട് ഗൾഫിൽ തന്നെയായിരുന്നു നല്ലത് എന്ന് പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഗൾഫിൻ്റെയും പ്രവാസത്തിൻ്റെ ഒരു പ്രത്യേകത. പ്രവാസമല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് പോയാലും ആ പ്രത്യേകതകൾ നമുക്ക് ഗൾഫിൽ മാത്രമല്ല കാണാൻ കഴിയുന്ന ഒരു ഘടകം ആണ്. അപ്പോൾ ആ ഹൃദ്യമായൊരു സാഹോദര്യം എന്ന് പറയുന്നത് ഗൾഫ് പ്രവാസകാലത്ത് ഇസ്ലാമിക പ്രവർത്തകർ പ്രത്യേകം അനുഭവിച്ച ഒരു ഗുണമാണ്. അത് വേറെ ആളുകൾക്ക് അങ്ങനെ കിട്ടിക്കൊള്ളണം എന്നില്ല. നിങ്ങളുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ചാൽ അത് മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ നമ്മളെങ്ങനെ ഒരു കണ്ണി ചേർത്ത് നിർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രസ്ഥാനമായിരുന്നു. ഇസ്ലാമിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിതമാണ് നമ്മളെ ഇപ്പോൾ വീണ്ടും ഇവിടെ ഉറപ്പിച്ചത്. കൂട്ടായ്മയിലെ മുതിർന്ന അംഗങ്ങളെ ശിഹാബ് പൂക്കോട്ടൂർ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഹിബ തസ്ലീം ഗാനമാലപിച്ചു. കൂട്ടായ്മയിലെ മരണപ്പെട്ടവരെ ഇബ്രാഹിം സൈനുദ്ദീൻ അനുസ്മരിച്ചു. പ്രശസ്ത സൈക്കോളജിസ്റ്റ് VT ഇക്ബാലിന്റെ മോട്ടിവേഷൻ സ്പീച്ച് സദസ്സിന്റെ ഭാവി ജീവിത വിജയത്തിന് ഉത്തേജനം നൽകി. ചടങ്ങിൽ അബ്ദുറഹ്മാൻ ഫാറൂഖി അധ്യക്ഷത വഹിച്ചു. സുബൈർ കൊടിയത്തൂർ പരിപാടി നിയന്ത്രിച്ചു. അബ്ദുൾ റഹീം കുണ്ടിൽ, VC സലീം, നാസർ ഊരകം, ഡോക്ടർ നദീം തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം നൽകി. MP അബ്ദുറഹ്മാൻ സ്വാഗതവും ഉമർ അഹമ്മദ് സമാപന പ്രസംഗവും നടത്തി. നമ്മുടെ വലിയ കൂട്ടായ്മകൾ അന്ന് നമുക്ക് സംയുക്ത യോഗം ചേർന്നിരുന്ന സത്വ പള്ളി, ഉമറുൽ ഖത്താബ് മസ്ജിദ് ഉമറുൽ ഖത്താബിൻ്റെ പള്ളിയിൽ വിശാലമായ ഹാള്, മദ്രസ ഹാള് നമുക്ക് കിട്ടിയിരുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അന്ന് വളരെ വിപുലമായി നടന്നിരുന്നു. സംയുക്ത യോഗങ്ങളിലൊക്കെ 10, 300, 400 പേരൊക്കെ സംഗമിക്കുന്ന യോഗങ്ങൾ നമ്മൾ നടത്തിയിരുന്നു. നോമ്പിന് തർബിയത്ത് ക്യാമ്പ് പള്ളിയിൽ 1000-ൽ പരം ആളുകൾ സംഗമിക്കുന്ന തർബിയത്ത് ക്യാമ്പുകൾ നടന്നിരുന്നു. അങ്ങനെയൊക്കെ വിപുലമായ മദ്രസ, ഒരുപാട് കുത്തുബ പരിഭാഷകൾ എല്ലാം വന്ന് നടത്തിയിരുന്നു. ഒരു 2 മാസം മുമ്പ് മകൻ്റെ അടുത്തേക്ക് പോയി. അവിടെ പല ഭാഗങ്ങളിൽ പോയപ്പോൾ ഒരു പ്രവർത്തനവും യോഗം ചേരാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് പഴയ ആളുകളൊക്കെ അനുഗ്രഹീതമായ കാലഘട്ടത്തിലാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴുള്ളവർക്ക് യോഗം പോലും ചേരാൻ പ്രയാസമാണ്. പ്രയാസത്തിന് അത്രമേൽ ചാരക്കണ്ണുകൾ അവർക്ക് ചുറ്റുമുണ്ട്. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചവരുണ്ട്, നാട്ടിലേക്ക് തിരിച്ചു വന്നവരുണ്ട്. പോർട്ടബിൾ വാട്ടർ ഫിൽറ്റർ ഉപയോഗിച്ച് ധൈര്യമായിട്ട് ഏത് ടാപ്പിൽ നിന്നും നിങ്ങൾക്ക് അണുമുക്തമായ വെള്ളം ഇതുപോലെ കുടിക്കാം. GCAT-ൻ്റെ ഒരു പുതിയ ഉൽപ്പന്നമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾ അത് വിവരിച്ചു തരാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ മറ്റ് ട്രക്കിങ്ങിലോ ഒക്കെ ആണെങ്കിൽ പോലും വെള്ളം വളരെ അനിവാര്യമാണ്. ആ വെള്ളത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ ബോട്ടിൽ മാത്രം കയ്യിലുണ്ടായാൽ മതി. നിങ്ങൾക്ക് എവിടെയൊന്നും വെള്ളം ഇത് തുറക്കുക, വെള്ളം എടുക്കുക, വെള്ളം നിറക്കുക, ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റും.
കുടിച്ചു കഴിഞ്ഞാൽ ഇത് കൂട്ടി വെക്കാം. ഇതിൻ്റെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് മൊബൈൽ സ്റ്റാൻഡായിട്ടും കൂടി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും.